بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت سفينتي أدركني والصلاة والسلام عليك يا سيدنا يا نبي الله خذ بأيدينا قلت سفينتنا أدركنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا نبي الله خذ بأيدينا قلت سفينتنا أدركنا يا حبيب الله يا صحاب الوقت أعرضوا بحكم النيابة عنكم يا صاحب الوقت أعرضوا بكم نيابة عنكم وأضع جبهتي تحت قدميكم وبحمزة الكفار عم المصطفى أسد الإله وسيد الشهداء وبحمزة الكفار عم المصطفى أسد الإله وسيد الشهداء علمنا أمة سيدنا مولانا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات سبحا فأثرن به نقعا فبسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في
في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم ونحن على ذلك اللهم آمين എത്തിക്കാപ്പിന്റെ നെയ്യത്തെ കണ്ടൂരപ്പെടുന്ന വെച്ചാൽ സന്തോഷം അള്ളാഹുവിന്റെ വഴി അള്ളാഹുവിന്റെ എത്തിക്കാപ്പിനെ ഒരുപാട് നേരം സ്പേസിന്റെ സ്റ്റേറ്റ് ഘടകം നൽകിയത് 10ാം ക്ലാസ്സാണ്. ആദ്യത്തെ സുഹൃത്ത് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഖുർആനിനെ പറ്റി മനസ്സിലാക്കാൻ ഒരിക്കലും പരിഭാഷ കരണീയമല്ല എന്ന് ബോധ്യപ്പെടുത്താറുണ്ട്. ഡിക്ഷണറിയും പരിഭാഷയും ഒരിക്കലും പരിഹാരമല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തൽ എൻ്റെ ആവശ്യമാണ്. അത് നിങ്ങൾക്കതിൻ്റെ വളരെ മേൽഭാഗത്തിലൂടെ തഴകിത്തലോടിപ്പോയ വ്യാഖ്യാനം കേൾക്കുമ്പോൾ തന്നെ ബോധ്യമാവും. നമ്മൾക്ക് 4 സുഹൃത്തുക്കളും ലളിതമായി ചർച്ച ചെയ്തിട്ട് സന്തോഷത്തോട് പിരിയാം. അല്ലാഹു നമ്മളെ കബൂലാക്കുക. والعاديات ضبحا بسم الله الرحمن الرحيم والعاديات ضبحا അതിശീഘ്രമായി ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഓടുന്ന അവസരത്തിൽ തന്റെ വായയിൽ ശ്വാസം കൊള്ളാതെ ഓക്സിജൻ കൊള്ളാതെ വെളിയിലേക്ക് ഇങ്ങനെ കിതക്കുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ശബ്ദത്തിനാണ് ശബ്ദം ഓടിക്കലക്കുമ്പോഴല്ലേ കളിച്ചിട്ട് പുറത്തേക്ക് ശബ്ദം വരും. ഒരു സുഹൃത്തിന് അത്ര തുടങ്ങാണ് അതിശീഘ്രമായി ഓടുന്ന ഓട്ടത്തിനിടയിൽ കുളമ്പ് കല്ലിലിട്ടടിച്ചിട്ട് തീപ്പന്തം പൊക്കുന്ന കുതിരകളെ തന്നെയാണ് സത്യം. മുമ്പൊക്കെ ഈ കമ്പിയുടെ ലോഡ് പോകുമ്പോൾ ഒട്ടുകൂടെ വലിച്ചു പോകുമ്പോഴത്തേനും തീയും, അതേപോലെ ഈ കുളമ്പ് കല്ലിനിങ്ങനെ ഇട്ട് തല്ലുമ്പോൾ തീ ഇങ്ങനെ അമ്മാതിരി ചവിട്ടാണ്. ആ കുതിരകളെ തന്നെയാണ് നേരെ. പ്രഭാത സമയത്തിൽ അക്രമം നടത്തുന്ന കുതിരകളെ തന്നെയാണ് സുബ്ഹാൻ. സുബഹി നിസ്കാരം നമ്മുടെ നിസ്കാരത്തിന്റെ പേരാണ്. അത് അള്ളാഹ് കൽപ്പിച്ചൂട്ടി വെച്ചതാണ്.
കാരണം ഇവരെ രാവിലെയാണ് ഇവരെ ജീനി പിടിച്ച് കുലുക്കിയിട്ട് എളുപ്പം പോവാം, രംഗഭൂമിയിലേക്ക് പോകും. അതുകൊണ്ട് സുബഹത്തം എന്നിട്ട് പോകുന്ന അവസരത്തിൽ തരിശായ ഭൂമിയിലൂടെ ചവിട്ടിപ്പോയപ്പോൾ പൊടിപടലങ്ങൾ മുകൾ ഭാഗത്തേക്ക് ഉതിർത്ത് പൊക്കിയ കുതിരകളെ തന്നെയാണ് സത്യം. ഇപ്പോ വസത്തുന ബിഹി ജംആൻ, സർവായുധ സജ്ജനായി നിൽക്കുന്ന ശത്രുവ്യൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് തന്റെ യജമാനനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു ചാടിയ കുതിരയെ തന്നെയാണ് സത്യം. 5 ആയത്തവ ചെലവാക്കുക. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഈ 5 ആയത്ത് കൊണ്ട് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ, നിശ്ചയമായും മനുഷ്യൻ അവന്റെ യജമാനനായ പടച്ച തമ്പുരാനോട് വളരെ കൂടുതൽ നന്ദി കെട്ടവനാണ്. മനുഷ്യൻ തന്റെ യജമാനനായ പടച്ച തമ്പുരാനോട് നന്ദി കെട്ടവനാണ് എന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് കുതിരകളുടെ സാഹസത്തെയും അവരുടെ പ്രയാണത്തെയും അവരുടെ ജാഗ്രതത്തിനെയുമാണ്, സമർപ്പണത്തെയുമാണ്. എന്താണ് അതിന് കാരണം? കുതിര എന്നത് ജീവികളുടെ കൂട്ടത്തിൽ നിന്ന് അന്തം കുറഞ്ഞൊരു ജീവിയാണ്. അത് അന്തമില്ലാത്ത ജീവിയാണെന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളൊരു ജീവിയാണ്. അന്തം കുറഞ്ഞവരെയൊക്കെ നമ്മൾ വിളിക്കാറ് എടാ സ്റ്റേഷനാണ്. ഡോസ് കൂട്ടണം എന്ന് നിങ്ങൾക്ക് വിചാരം നിങ്ങളെന്തെയും ഇറച്ചിയെല്ലൊക്കെ മാറ്റിയിട്ട് എടാ മര ദേശമില്ല, ദേശത്തില്ല, എടാ മരക്കുതിരയൊന്നും. അന്തമില്ലാത്ത പണി ചെയ്യണവരെ മുഴുവനും വിളിക്കല. നമ്മൾക്ക് എന്ത് ബോധ്യപ്പെട്ടു? അന്തമില്ലാത്ത ജീവിയാണ് കുതിരയെന്നും കുതിര അന്തമില്ലാത്ത ജീവിയാണെന്ന് നമ്മൾക്ക് ബോധിച്ചിട്ടുണ്ടെന്നും സമൂഹത്തിൽ അത് അറിയാമെന്നും അതുകൊണ്ടായിരിക്കും അള്ളാഹുതആല അതിനെ ഫ്ലാഷാക്കിയിട്ടുണ്ടാകും. ബോധ്യപ്പെടുന്നുണ്ട്. ഈ കുതിര ആ കുതിരയുടെ യജമാനൻ, അവനൊരു മുതലാളിയുണ്ട്, ഒരു ഓണറുണ്ട്. ആ മുതലാളി ആ കുതിരയുടെ ജീനി ഒന്ന് പിടിച്ച് കുലുക്കി ഒരു സുബൈനേരം ഒക്കച്ചടവിൽ. ആ കുതിര അതിശീഘ്രം ഓടുകയാണ്. എത്ര കിലോമീറ്റർ ഓടണം? ഓടിയപ്പോൾ അതിന്റെ കഥപ്പ്, ഓടിയപ്പോൾ അത് എവിടെ കാല് വെച്ച് കുത്തുന്നു, എവിടെ കാല് വെച്ചടിക്കുന്നു, ഇതൊന്നും കുതിര ശ്രദ്ധിച്ചില്ല. ഓടിയ സന്ദർഭത്തിൽ അതിനു വേണ്ടി ഏതെങ്കിലും ഒരു നല്ല ഉന്മേഷമുള്ള സമയത്താണോ ആ കുതിര തരിശായ ഭൂമിയിലൂടെ ഓടിയിട്ട് ഇതിന്റെ എവിടുക്കാ ഓടുന്നതെന്ന് കുതിരക്ക് നല്ല പൊടുത്തണ്ടേ? ഈ യജമാനൻ പടത്തൊപ്പിയും പടവാളും പടയങ്കിയും ഒക്കെയായി ആ യജമാനൻ തന്റെ മേനിയിലേറിയപ്പോൾ കുതിരക്ക് നല്ല ബോധ്യമുണ്ട് ചുവടുള്ള സ്ഥലത്തേക്കല്ല പോകുന്നത്. എന്നാലും കുതിര ഓടി, വല്ലാതെ ഓടി. എന്നിട്ട് കുതിര എന്ത് ചെയ്തു? സർവായുധ സജ്ജരായി നിൽക്കുന്ന പടവാളും പടത്തൊപ്പിയും പടയങ്കിയുമായി നിൽക്കുന്ന ശത്രുവ്യൂഹത്തിന്റെ നടുത്തളത്തിലേക്ക് തന്റെ യജമാനനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തു ചാടി. നടുത്തളത്തിൽ ഒരു കുതിര, ആ കുതിരയുടെ അവസ്ഥ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ആ കുതിരയെ സംബന്ധിച്ചിടത്തോളം കുതിരക്ക് ഷഹീദാകും എന്ന ഒരു പൂതിയില്ല, ഷഹീദാകണമെന്നൊരു കമ്പമില്ല, അങ്ങനെ ഒരു വിവരവുമില്ല. അങ്ങനെ കുതിര ഷഹീദാകലുണ്ടോ? ഷഹീദായ ഒരു പുനർജന്മണ്ടോ? ഷഹീദായ രീതിയിൽ ഒരു പുനർജന്മണ്ടോ? അതൊന്നുമില്ലല്ലോ. പുനർജന്മണ്ട്, ഷഹീദായ രീതിയിൽ പുനർജന്മണ്ടോ? ഈ കുതിരക്ക് യുദ്ധത്തിൽ ജയിച്ചാൽ സ്വർഗം കിട്ടുമെന്ന വല്ല പൂതിയുണ്ടോ? ഈ യുദ്ധത്തിൽ ഈ കുതിര ജയിച്ചാൽ ഒരു സ്വീകരണ സമ്മേളനം നടത്തും. അവിടെ എന്നെ സംബന്ധിച്ച് നല്ല മധുരമുള്ള പാട്ടുപാടും,
എന്ന് കുതിര വിചാരിച്ചിട്ടുണ്ടോ? പൊക്കപ്പോട്ടെ, മരിച്ചതിന് ശേഷം ഒരു സ്വർഗത്തിൽ കടക്കാമെന്ന് കുതിരക്ക് വിചാരമുണ്ടോ? ഇല്ല. എല്ലാം പടി ഈ കുതിരക്ക് ഇന്നലെ വരെ കുടിച്ച വെള്ളത്തിനേക്കാളും മധുരമുള്ള സ്വാദുള്ള ഒരു വെള്ളം കുടിക്കാമെന്ന് കുതിര വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ വരെ തിന്ന പുല്ലിനേക്കാളും ഹരമുള്ള ഒരു പുല്ല് ഇന്ന് തിന്നാമെന്ന് കുതിരക്ക് വല്ല പൂതിയുമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് കുതിര തന്റെ യജമാനനോട് ഇത്രമേൽ ഭക്തിയാകുന്നത്? എന്തിനാണ് തന്റെ യജമാനനായ ആ കുതിരയുടെ ഓണരോട് ഇത്രമേൽ ആ കുതിര സമർപ്പിച്ചത്? ഷഹാദത്തിന്റെ ടൈറ്റിലോ പ്രോത്സാഹനത്തിന്റെ അകമ്പടിയോ സ്വർഗപ്രവേശനമോ ഒന്നും കൊതിക്കാത്ത ഒരു നല്ല വെള്ളം, ഇന്നലെ വരെ കുടിച്ച വെള്ളത്തിനേക്കാളും മറ്റുള്ളൊരു വെള്ളം, ഇന്നലെ വരെ താമസിച്ച ആലയേക്കാൾ നല്ല നല്ല ഹരമുള്ള ആമ്പുളൊക്കെ പതിച്ച, ഗ്രാനൈറ്റൊക്കെ പതിച്ച, ആമ്പോളേറ്റൊക്കെ പതിച്ച നല്ലൊരു വീട് അയ്യേ കുതിര സ്വപ്നം കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ കുതിര ഈ ഭക്തിപൂർവമായ സമർപ്പണപൂർവമായ രീതി നടന്നത്? അത് ആ കുതിര ചെയ്തത് യഥാർത്ഥത്തിൽ ഇന്നലെ വരെ കഴിച്ച പുല്ലിന്റെയും ഇന്നലെ വരെ കുടിച്ച വെള്ളത്തിന്റെയും ഇന്നലെ വരെ കിട്ടിയ വാസസ്ഥലത്തിന്റെയും നന്ദിയാണ്. ആ നന്ദിക്ക് വേണ്ടി ചെയ്ത സംഗതിയാണ്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഷഹാദത്തിന്റെ ടൈറ്റിൽ തരാമെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞു, എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വല്ലവരുത്തരും സുബഹി നിസ്കരിച്ചാൽ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ വിഷയം അള്ളയും അള്ളാന്റെ റസൂലും ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഭൗതികതരമായ സുഖങ്ങളും ആത്മീയ സുഖങ്ങളും പരലോക സുഖങ്ങളും ബർസഖിയായ സുഖങ്ങളും എല്ലാം നിങ്ങൾക്ക് തരാമെന്ന് നിങ്ങൾക്ക് വാക്ക് കിട്ടിയിട്ടും നിങ്ങൾ സുബഹിക്ക് എണീറ്റോ? 4 മണിക്ക് ലോക ഫുട്ബോൾ കണ്ടുവന്നിട്ട് കിടന്നുറങ്ങിയില്ലേ? ആ സുബഹി നേരത്ത് തന്നെയല്ലടാ ഈ കുതിരയെ തന്റെ യജമാനൻ ചീരി പിടിച്ച് കുലുക്കിയത്. ആ യജമാനനോട് ഏതെങ്കിലും ഒരു കുതിര എനിക്കാകില്ലെന്ന് പറഞ്ഞ് മൂട്ട് കാട്ടി കടന്നതിന് ചരിത്രമുണ്ടോ? ഒരൊറ്റ കുതിരയും തന്റെ യജമാനനോട് യുദ്ധരണ ഭൂമിയിലേക്ക് വിളിച്ചുണർത്തിയപ്പോൾ എനിക്കാകില്ലെന്ന് പറഞ്ഞ് മൂട്ട് കാട്ടിയതിന് ചരിത്രമില്ല. അടിമകളായ നിങ്ങളുടെ അവസ്ഥ എന്താണ്? യജമാനനായ എന്നോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഇത് ചോദിക്കാൻ അല്ലാഹു തആല ഉപയോഗിച്ചത് 5 ആയത്തുകളാണ്, 5 സാക്ഷ്യവാക്യങ്ങളാണ്, 5 സത്യങ്ങളാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. മനുഷ്യൻ തന്റെ യജമാനനോട് നന്ദി കെട്ടവനാണ് എന്നതിന് വെളിയിലേക്ക് സാക്ഷികളെ തെരഞ്ഞു പോകണ്ട. ഓരോരുത്തരും സ്വയം തന്റെ ജീവിതത്തിന് സാക്ഷിയാണ്. എന്റെ ജീവിതകാലത്തിൽ അല്ലാഹു പൊരുത്തപ്പെടാത്ത എവിടെയൊക്കെ ഞാനുണ്ടായിരുന്നു, അല്ലാഹു പൊരുത്തപ്പെട്ട ഏതൊക്കെ കേന്ദ്രങ്ങളിൽ ഞാനുണ്ടായിരുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത എന്ത് സംഗതികളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. എനിക്ക് പ്രായപൂർത്തിയായോളം മുതൽക്ക് പടച്ചവൻ പൊരുത്തപ്പെടാത്ത ഒട്ടുവളരെ സംഗതികളുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് 1 ഡയറി തന്നാൽ അത് തീരും, 2-ാം ഡയറി തന്നാൽ അത് തീരും, 3-ാം ഡയറി തന്നാൽ അത് തീരും. നമ്മുടെ ജീവിതത്തിന്റെ പിന്നാമ്പങ്ങളും ഹിസ്റ്ററികളും ജീവിതത്തിന്റെ ലോകവും അത് നമ്മളങ്ങ് ശരിക്ക് ഒന്ന് വിശകലനം ചെയ്ത് ലിഖിതമാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഡയറികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം നമ്മൾ ചെയ്തു വെച്ച വേണ്ടാത്തരങ്ങളുണ്ട്. അല്ലാഹു കൽപ്പിച്ച സ്ഥലത്ത് നമ്മളെ കാണാത്ത രംഗങ്ങളുണ്ട്. അല്ലാഹു വിരോധിച്ച സ്ഥലത്ത് നമ്മളെ പലപ്പോഴും കണ്ടുപോയിട്ടുണ്ട്. ചോദിക്കടാ സ്വന്തം ശരീരത്തോട്, ചോദിക്കടാ നിന്നോട് നിന്നെപ്പറ്റി. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറത്തുൻ വലൗ അൽഖാ മആദിറഹു. ഓരോരുത്തർക്കും അവനവനെ സംബന്ധിച്ച് നല്ല ബോധം
തന്റെ ബാക്ക്ഗ്രൗണ്ടുകളെ സംബന്ധിച്ച് നല്ല അവബോധമുള്ളവനാണ് മനുഷ്യൻ. താൻ ചെയ്തു പോയ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ മറവിയൊന്നും സംഭവിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. 15 വയസ്സ് പൂർത്തിയായതിനു ശേഷം ബാംഗ്ലൂരിൽ, മൈസൂരിൽ ഹോട്ടൽ പണിക്ക് പോയപ്പോൾ, അധ്യാപന കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ജീവിതത്തിൽ ആടുമേക്കാൻ പോയപ്പോൾ, ഗൾഫ് കൺട്രികളിൽ ജീവിച്ച സമയത്ത് നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാലഘട്ടങ്ങളിൽ, തന്റെ സുഹൃത്തുക്കളോടൊപ്പം ടൂർ പോയ സന്ദർഭങ്ങളിൽ, സെന്റ് ഓഫ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ, അങ്ങനെ തുടങ്ങി കല്യാണത്തിന്റെ തലേരാവുകളിൽ, അങ്ങനെ ജീവിതത്തിന്റെ പോയ കാലഘട്ടത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പറ്റിപ്പോയ തെറ്റുകളെ മുഴുവനും ഒന്ന് അയവിറക്കുമ്പോൾ മനസ്സിലാകും, ഞാൻ യജമാനോട് നന്ദിയുള്ളവനാണ്. വെളിയിൽ നിന്ന് സാക്ഷികളെ ആവശ്യമില്ല. മനുഷ്യൻ തന്നെ സ്വന്തത്തിൽ സാക്ഷിയാണ്. ആർക്കാ ബോധിക്കാത്തത്? ആർക്കാ ഇത് തിരിയാത്തത്? ആർക്കാണിത് മനസ്സിലാകാത്തത്? എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അവനവനെ സംബന്ധിച്ച്. എന്തേ ഇത്ര മനുഷ്യൻ വഴക്കായി പോയി? മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത പ്രേമാണ്. എല്ലാ വേണ്ടാത്തരങ്ങളുടെയും, മുഴുവൻ ചണ്ടിത്തരങ്ങളുടെയും, മുഴുവൻ നീചവൃത്തികളുടെയും കാര്യകാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകും മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത ഭ്രമമാണ്. എല്ലാത്തിന്റെയും സംഗതി അതായി അവിടെ തുടങ്ങും. അത് കയ്യിൽ കിട്ടിയാലാണ് പിന്നെ മരക്കുന്നത്. ആദ്യം ഇത് കിട്ടാനുള്ള ചില ചെപ്പടി വിദ്യകൾ ഉണ്ടാവും. അതിലൂടെ മനുഷ്യൻ ഒരുപാട് വ്യവഹാരങ്ങളിൽ, കച്ചവടങ്ങളിൽ, അത് കിട്ടാനുള്ള മാർഗങ്ങളിൽ, അനധികൃതമായ സമ്പാദ്യ മാർഗങ്ങളിൽ, അതേ പ്രകാരം തന്നെ അന്തപരുത്തപ്പെടാത്ത മാർഗങ്ങളിലൂടെ സമ്പാദിച്ച്, ചതി ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്ത്, കളവ് കൊണ്ട് കച്ചവടം ചെയ്ത്, അങ്ങനെ എങ്ങനെയൊക്കെ സമ്പത്ത് വലിച്ചു കൂട്ടാൻ പറ്റും, എങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റും, അതിനുള്ള വഴികൾ തേടിയപ്പോഴാണ് ഇത്രയും വലിയ നന്ദി കെട്ടവനായി മനുഷ്യൻ മാറിയത്. അതിന് കളവ് പറഞ്ഞിട്ടുണ്ട്, അതിന് പല പറ്റിയും ദൈവത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് പലരെയും നിയമത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന് പല ചതികളും ചെയ്തിട്ടുണ്ട്, പലരും വഞ്ചിച്ചിട്ടുണ്ട്, പല കളവുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ സമ്പാദിച്ചപ്പോൾ അതിനെ തുടർന്ന് പിന്നെ ചെലവാക്കാൻ ഇടപാട്, സുഖിക്കാനാൽ പിന്നെ എന്താ പിന്നെ കാര്യം? ഒന്ന് തിമർത്താടാനാൽ എന്താ ഈ സമ്പത്തുകൊണ്ടൊക്കെ ഒരു കാര്യം? പിന്നെ കൊടുത്തത് തല സമ്പത്താണ്. അത് കിട്ടാൻ വേണ്ടി കുറേ ചെയ്തു, കിട്ടിയപ്പോൾ കുറേ ചെയ്തു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫലാ യഅലമു ഇദാ ബുഅ്തിഅ മാ ഫിൽ ഖുബൂർ. മരിക്കണ്ടേ മക്കളെ? അല്ലാഹു ചോദിക്കുന്നു. അങ്ങനെ പോയാൽ മതിയോ? മരിച്ച് ഖബറിൽ കിടക്കണ്ടേ? ആ ഖബറിൽ നിന്ന് നിങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പ് നടത്തൂലേ? ആ രംഗത്ത് ഓർക്കണില്ലേ നിങ്ങള്? അതൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങള്? അതിനെപ്പറ്റിയൊക്കെ ബോധവാന്മാരല്ലേ നിങ്ങള്? ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ? മരിക്കണ്ടേ? മരിച്ച് ഖബറിൽ കിടക്കണ്ടേ? ഖബറിന് രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കണ്ടേ? രേഖകളിൽ നിങ്ങൾ കൈകാലുകളെ കൊണ്ട് ചെയ്തതും സംഗതിയൊക്കെ ഉള്ളെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചതൊന്നും രേഖയിൽ വന്നില്ലെങ്കിൽ, അതൊക്കെ നാളെ വിളിച്ചിട്ട് ഒരാളെപ്പറ്റി ചിന്തിച്ചത്, ഒരാളെപ്പറ്റി ആലോചിച്ചത്, അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മനസ്സിൽ തോന്നിയത്, ഇഷ്ടമില്ലാത്തത് മനസ്സുകൊണ്ട് വിചാരിച്ചത്, അയാളെപ്പറ്റി നമ്മൾക്ക് തോന്നിപ്പോയത്, ഇതൊക്കെ നാളെ വെളിച്ചത്തുണ്ട്. ഭൂഗർഭത്തിൽ നിന്ന് നിന്നെ പ്രസവിക്കപ്പെടും പോലെ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ തോന്നിയതൊക്കെ നിന്നെ പ്രസവിക്കും. അന്ന് തിരിയടാൻ അള്ളാഹ്ക്കൊക്കെ ബോധ്യമുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലാവും അള്ളാഹ്ക്കിനെ പറ്റിയിട്ട് നല്ല ബോധ്യമായിരുന്നു. ഇത് ഡിക്ഷണറി വായിച്ചാൽ ഇത് നിങ്ങൾ ഡിക്ഷണറി വായിച്ചു, ഒരു പരിഭാഷ വായിച്ചു, എന്തുണ്ടാവും ഈ സുഹൃത്തിന്റെ കഥ? എന്താണെന്ന് കുറച്ച് ഒരാളെ
ഒരു മനുഷ്യൻ പരിഭാഷ, ഖുർആന്റെ പരിഭാഷ വായിച്ച മനുഷ്യൻ ഈമാനികമായി തകരും. ഇപ്പൊ എത്തി നിൽക്കുന്ന സ്റ്റേജിൽ ആ മനുഷ്യൻ നിൽക്കില്ല. ഇപ്പൊ ഒരു ഓടമുണ്ടല്ലോ, ആ ഓടം ഇവിടെ ഖുർആനെ പറ്റിയുള്ളവന്റെ മതിപ്പ് നന്നേ കുറയും. ഖുർആനെ പറ്റി മതിപ്പ് കുറയോടുകൂടി പുതമുട്ടില്ലേ. ഇത് ശരിക്കും ഇരുന്ന് ഉസ്താദുമാരെ ഇങ്ങനെ തുടങ്ങിയിട്ട് സംഘങ്ങളുണ്ട്. നമ്മളൊക്കെ വർഷം കൊടുക്കുന്ന വലിയ പാട്ടിയാണ്. അതാണ് അതൊക്കെ ഒരു തരം സംഗതിയാണ്. സ്റ്റാറ്റിന്റെ ബാക്കിയുള്ളവർ പാടുന്നു. ഈ മുഖപുള്ളി സാഹിത്യപുള്ളി കമ്പിയാണ്. അതൊക്കെ പഠിച്ചിട്ടാണ് കളി ഭക്ഷണം കൊടുക്കുന്നത്. അതൊക്കെ പാടം കൂട്ടി പഠിച്ചു ഇങ്ങോട്ടൊരു ഉസ്താദിനെ പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യണം, അത് മക്കിനിയണം, അത് വിക്കിനായണം, അത് അങ്ങനത്തെ ഇപ്പാക്കണം, ഇങ്ങനത്തെ ഇപ്പാക്കണം കമ്പളാണ്. ഇത് കുറ്റാണെന്നുള്ള ഉദ്ദേശമാണ് കുട്ടികളെ ചേർന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ മക്കളൊക്കെ ഓതാനായിട്ട് മുമ്പോട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കോടീശ്വരന്മാരെ മക്കൾ ഓതാനായി. നമ്മളൊക്കെ പാരൻസ് വീട്ടിൽ വെച്ചു അരക്കോടിന്റെ വണ്ടി കയറ്റിങ്ങനെ ആയതാണ്. അത് ആദ്യത്തെ വരെ അപ്പോഴാണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം വല്ല അമ്പലച്ചുട്ടിയാക്കി നീങ്ങുന്നു മണിപ്പൂറും ഒരുപാടാണ്. അപ്പൊ മുമ്പത്തെ മത്തി വാങ്ങാൻ കാശില്ലാത്ത ജോബിന് പകലില്ലാത്ത കാലത്തൊക്കെ ഓതാൻ പോയി ബഹുമാനപ്പെട്ട പറഞ്ഞു ഇൽമ ഞാൻ പഠിച്ചത് ഭക്ഷണം കഴിക്കാൻ മകൻ ചെയ്ത് കോളേജ് കൊണ്ടാക്കിയതാണ്. പിന്നെ പഠിച്ചു നോക്കുമ്പോൾ ഇൽമ എന്നെ നഷ്ടപ്പെടും. ഗ്യാസ് കടി വെക്കുക അള്ളാഹല്ലാതെ ചെയ്യാൻ ഓടിപ്പടിച്ച കാലത്ത് 10 ലക്ഷത്തിൽ കുറിച്ചിട്ടുണ്ടാവും. കൈക മുതൽ കിട്ടിയാൽ പിന്നെ ഒരു നിങ്ങളുടെ മക്കളൊക്കെ ഇതിൽ എന്റെ കുട്ടി ഓതാൻ പോവാൻ മെഡിസിനൊന്നും പോയില്ല. മെഡിസിനൊന്നും പോയില്ല, എൻട്രൻസ് ചെയ്തില്ല. ഈ കാലം ഇതൊരു വല്ലാത്ത ഈ എരുമ എന്ന് പറഞ്ഞ സംഭവം കയ്യിൽ കിട്ടിയാൽ ഒരാളാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കൊരു കമ്മിയുണ്ട്. നമുക്കൊരു കമ്മി ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇന്ത്യൻ ഭരണഘടന മുഴുവനായിട്ട് കണ്ട ആരെങ്കിലും അതിന്റെ മുന്നോട്ട് 43-ാം അല്ലാതെ അതിന്റെ പെണ്ണിങ് അങ്ങനത്തെ അതൊക്കെ ഏതെങ്കിലും ഒരു സംഗതിയിലൊക്കെ കയറി വരുന്നല്ലാതെ ഞാൻ ചോദിക്കുന്നത് നമ്മളെ ഭരണഘടനയാണ്. ഇത് നമ്മളെ ഭരണഘടനയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിത പദ്ധതിയാണ്. ഇവരെ ഈ ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ സംഗതിയാണ്. ഇത് ഈ ദുന്യാവിൽ അഭിമാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ സംഗതിയാണ്. ഈ നഖം ഇത് മുറിച്ചാൽ